ബി.ജെ.പിയിലും എതിർ ശബ്ദം ഉയരുന്നു എന്നുള്ളതാണ്. മുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷി പോലീസ് നടപടിക്കെതിരെ രംഗത്തെത്തുകയാണ്. പരസ്യമായി എക്സിൽ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നു. പി ബസന്ത് ഈ വാർത്തയുടെയും വിശദാംശങ്ങൾ നൽകും. ബസന്ത്, ഈ ബി.ജെ.പിക്കകത്ത് തന്നെ ഒരു വിമർശനം, അതും മുരളി മനോഹർ ജോഷിയെ പോലുള്ള ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്ന് വിമർശനം ഉണ്ടാവുകയാണ്. അപ്പോഴും എന്തുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പരസ്യമാണെങ്കിൽ മറ്റു തലത്തിലും വിമർശനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ? എന്തുകൊണ്ടായിരിക്കും വീണ്ടും ഈ പ്രധാന സംരക്ഷിക്കാനുള്ള നീക്കം അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് സജീവ രാഷ്ട്രീയത്തിലില്ലെങ്കിലും ഒരു കാലഘട്ടത്തിൽ ബി.ജെ.പിയിലെ സമുന്നത നേതാവായിരുന്നു മുരളി മനോഹർ ജോഷി. ഇപ്പോൾ മാർഗദർശക് മണ്ഡൽ എന്നുള്ളൊരു സംവിധാനമുണ്ടാക്കി ഇത്തരം നേതാക്കളെ തന്നെ മോദിയും അമിത്ഷായും ഒതുക്കി എന്നുള്ള ആരോപണങ്ങൾ സജീവമായിരുന്ന ഒരു പശ്ചാത്തലം കൂടി ഇപ്പോഴുണ്ട്. പക്ഷേ ഇപ്പോൾ ആദ്യമായി ബി.ജെ.പിയിൽ നിന്ന് ഇത്തരത്തിലൊരു എതിർശബ്ദം വരുന്നു. ഡോക്ടർ മുരളി മനോഹർ ജോഷി, മുൻ മന്ത്രി, ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ കൂടിയായിരുന്നു അദ്ദേഹം. മുരളി മനോഹർ ജോഷിയുടെ ഒരു പോസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഈ വിദ്യാർത്ഥികൾ ദിവസങ്ങളായി ഡൽഹിയിൽ തങ്ങുന്നത് അതിവേദനാജനകമായ ഒരു സാഹചര്യമാണ്. വിദ്യാർത്ഥികളുടേത് വെറും ഒരു ക്രമസമാധാന പ്രശ്നമല്ല, അത് അവരുടെ ഭാഗം കേൾക്കണം, അത് പരിഹരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊന്ന്, പെൺകുട്ടികൾക്ക് നേരെ പോലും പോലീസ് ബലപ്രയോഗം നടത്തി എന്നുള്ളത് അതീവ ദുഃഖകരമാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ബി.ജെ.പിയിൽ നിന്നും പരസ്യമായി ഈ തരത്തിൽ ഡൽഹി പോലീസിൻ്റെ നടപടിക്കെതിരെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെയും അമിത്ഷായും ഒക്കെ തന്നെ പരോക്ഷമായി ഒരു വിമർശിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു അഭിപ്രായ പ്രകടനം ഇപ്പോൾ വന്നിട്ടുള്ളത്.